ഇന്ന് നമ്മൾ ഓട്ടോമാറ്റിക് കാറുകളിൽ മാത്രം കാണുന്ന ഒരു ബട്ടനെ കുറിച്ചാണ് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അത് ഈ ഓട്ടോമാറ്റിക് കാറിന്റെ ഒക്കെ ഗിയറിന്റെ ലിവറിനോട് അടുത്തിട്ട് കുറച്ച് പഴയ കാറുകളിലൊക്കെ ഇപ്പൊ പുതിയ കാറുകളിലൊന്നും കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം ഷിഫ്റ്റ് ലോക്ക് എന്നോ അല്ലെങ്കിൽ ഷിഫ്റ്റ് ലോക്ക് റിലീസ് എന്നോ എഴുതിയിട്ടുണ്ടാവും. അതിനടുത്തൊരു ബട്ടണും ഉണ്ടാവും. പക്ഷെ ഈ ബട്ടൺ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് മിക്ക ആളുകൾക്കും അറിയാൻ സാധ്യത കുറവാണ്. കാരണം നമുക്കൊരു സാധാരണ രീതിയിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബട്ടൺ ഉപയോഗിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. പക്ഷെ ഈ ബട്ടൺ ചില സമയങ്ങളിൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഉപയോഗം എന്നുള്ളത് ഞാൻ കാട്ടിത്തരാം. അതിനുവേണ്ടി നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത് ടൊയോട്ട ഫോർച്യൂണർ 2015 മോഡലാണ്. ഓട്ടോമാറ്റിക് കാറുകളിൽ മാത്രമാണ് ഈ ബട്ടൺ ഉണ്ടാവുള്ളൂ. മാനുവൽ ഇതിന്റെ ആവശ്യമില്ല. അപ്പൊ ഈ ഒരു ബട്ടന്റെ ഉപയോഗം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇതിന്റെ ഗിയറൊക്കെ എങ്ങനെ നമുക്ക് നോക്കാനുണ്ട്. അപ്പൊ ജസ്റ്റ് നമുക്ക് ഇതിന്റെ ഗിയറൊക്കെ എങ്ങനെ ഒന്ന് നോക്കാം. അപ്പൊ ഈ ഗിയറൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ എല്ലാ ഓട്ടോമാറ്റിക് കാറുകളും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബ്രേക്ക് അപ്ലൈ ചെയ്ത ശേഷം ചാവി കൊടുത്തു കഴിഞ്ഞാൽ ഈ വണ്ടിയും സ്റ്റാർട്ട് ആവും. ഇനി നമുക്ക് നോക്കാം. ഇനി ബ്രേക്ക് അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് ഇങ്ങനെ ഗിയറും ഈ കാണുന്ന ഓരോ ഈ ചാനലിലൂടെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നീക്കി കഴിഞ്ഞാൽ നമുക്ക് ഗിയർ ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഇതിന്റെ ഗിയർ ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഗിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ പി എന്നുള്ള ഒരു മോഡലാണുള്ളത്. ഇത് പാർക്കാണ്. പിന്നെ അതിന് തൊട്ട് താഴെയായിട്ട് ഉണ്ട്. അപ്പൊ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റിവേഴ്സിലാണ്. ഇപ്പൊ റിവേഴ്സ് ഓൺ ആക്കിയ സമയത്ത് കണ്ടോ ഇവിടെ റിവേഴ്സ് ക്യാമറ ഒക്കെ ആക്റ്റീവ് ആയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇവിടെ ഇടുന്ന ഓരോ ഗിയറിനും അതിവിടെ ക്ലസ്റ്ററിൽ നമുക്കൊരു ഇൻഡിക്കേറ്ററും കാണിക്കും. ഇപ്പൊ ഞാൻ നേരത്തെ പാർക്കിലിട്ടില്ല. അപ്പൊ അതേപോലെ ഞാൻ പാർക്കിലിടാണ് കേട്ടോ. ഇപ്പൊ ഇവിടെ 6 കാണിക്കുന്നത്. ഇപ്പൊ ഞാൻ പാർക്കിലിട്ടപ്പോ P എന്ന് കാണിച്ചു. പിന്നെ റിവേഴ്സിലോട്ട് വന്നപ്പോൾ 6 റിവേഴ്സ്, പിന്നെ ന്യൂട്രൽ, പിന്നെ D, അതാണ് നമുക്ക് ഡ്രൈവ്. അപ്പൊ ഈ D എന്നുള്ളത് ഇപ്പൊ ഇവിടെ കാണാം. ഈ D അതിന് ചേർന്ന് തന്നെ ഒരു 4 എന്ന് കാണാം. അത് ഇങ്ങോട്ട് തട്ടി കഴിഞ്ഞാൽ 4 വരും. അപ്പൊ ഇവിടെ ഈ ക്ലസ്റ്ററിൽ നമുക്ക് 4 തന്നെ കാണുന്നുണ്ട്. നമ്മൾ ഡ്രൈവ് മോഡിലിട്ട് വണ്ടിയൊക്കെ എടുത്ത് കുറച്ച് സ്പീഡ് ആയതിന്റെ ശേഷം ഒരു 4th ഗിയറിൽ തന്നെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 4 എന്നുള്ള ഭാഗത്തോട്ട് ഈ ഗിയറിനൊന്ന് ഷിഫ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതിന് തൊട്ട് താഴെയായിട്ട് 3 എന്നുണ്ട്. അത് 3rd ഗിയർ ആണ്. അപ്പൊ 3 എന്നിടുമ്പോൾ നമുക്ക് ഇവിടെ ക്ലസ്റ്ററിലും 3 എന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ അതിന് താഴെ ഒരു 2 എന്നുണ്ട്, L എന്നുണ്ട്. ഇപ്പൊ 2-ലാണുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെയും 2 എന്ന് കാണാൻ പറ്റും. പിന്നെ അതുപോലെ ആ ഗിയർ ഇങ്ങോട്ട് കുറച്ച് ചേഞ്ച് ചെയ്താൽ ഇവിടെ L വരും. അത് L എന്ന് പറഞ്ഞ ഒരു ഫസ്റ്റ് ഗിയർ ആണ്. അത് ഫസ്റ്റിൽ മാത്രം സ്റ്റേബിൾ ആയിട്ട് പോകാനുള്ളതും പിന്നെ ഇങ്ങോട്ടിട്ട സെക്കൻഡ് ഗിയറിൽ മാത്രമാണ് പോവുള്ളൂ. പിന്നെ ഗിയർ ഷിഫ്റ്റ് ആവില്ല. അത് നമ്മൾ നല്ല കയറ്റൊക്കെയുള്ള സ്ഥലത്ത് മാത്രം ഇടാനുള്ളതാണ്. പിന്നെ 3rd ഗിയറിൽ മാത്രം പോകണമെങ്കിൽ ഈ 3rd ഇട്ടിട്ട് പോവാം. പിന്നെ ഈ ഡീലിട്ട് കഴിഞ്ഞാൽ ഈ ഡീലോക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അത് ഡ്രൈവ് മോഡാണ്. അത് ഓട്ടോമാറ്റിക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഈ ഗിയർ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യും വേണം, സ്റ്റാർട്ട് ചെയ്യും വേണം. അല്ലാതെ നമ്മളിപ്പോൾ അത് ഓഫ് ആക്കിയിട്ട് നോക്കുകയാണെങ്കിൽ അപ്പൊ ഓഫ് ആക്കണം വണ്ടി ഓഫ് ആക്കിയിട്ട് നോക്കാം നമുക്ക്. ഇപ്പൊ ഞാൻ വണ്ടി ഓഫ് ആക്കിയിട്ട് ഇപ്പൊ ഇതിപ്പോ പാർക്കിലാണുള്ളത്. ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്തു, പക്ഷെ ഇത് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഗിയർ വലിക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോ ഇഗ്നിഷൻ ഓൺ ആക്കാണ്. ഇഗ്നിഷൻ ഓൺ ആക്കിയിട്ടും നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോഴും നമുക്ക് ഇഗ്നിഷൻ ഓൺ ആക്കിയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ബ്രേക്ക് ചവിട്ടിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ബാറ്ററി ഒക്കെ ഡൗൺ ആവുന്ന ഒരു നേരം, നമുക്ക് ബാറ്ററി ഒന്നും ഇല്ലാത്തൊരു സമയം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരികയാണെങ്കിൽ നമുക്ക് ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് ചേഞ്ച് ചെയ്യല് എങ്ങനെ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയാണ് ഈ ഷിഫ്റ്റ് ലോക്ക് ബട്ടൺ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ വണ്ടി ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ഗിയർ വരുന്നത്. ഇതാണ് ഷിഫ്റ്റ് ലോക്ക് എന്നുള്ള ബട്ടൺ. അപ്പൊ നമ്മള് ഇതിപ്പോ ബ്രേക്കൊക്കെ അപ്ലൈ ചെയ്ത ശേഷം നമ്മൾ ട്രൈ ചെയ്ത് നോക്കുകയാണ്. പക്ഷെ ഒന്നും ആവുന്നില്ല. വണ്ടി ഓഫിലാണ് കേട്ടോ. ഇപ്പൊ ബാറ്ററി ഡൗൺ ആയെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ഈ ഷിഫ്റ്റ് ലോക്ക് ബട്ടൺ എന്നുള്ള ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വേണ്ട, ബ്രേക്ക് ഒന്നും ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. എല്ലാവരും നമുക്ക് വണ്ടി ഓഫിലാണ്. നമ്മൾ ചാവി ഒന്നും കൊടുത്തില്ല. നമുക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ന്യൂട്രലിൽ കൊണ്ടുവരാം. ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് വണ്ടി കെട്ടി വലിക്കണമെങ്കിലോ തള്ളി വെക്കണമെങ്കിലൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് ന്യൂട്രലിട്ടിട്ട് നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ പാർക്കിലാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഹാൻഡ് ബ്രേക്ക് ഇട്ട ആ ഒരു കണ്ടീഷനിലായിരിക്കും നിൽക്കുക. അപ്പൊ അതിനാണ് ഈ ഷിഫ്റ്റ് ലോക്ക് ബട്ടൺ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതില്ലാത്ത വണ്ടികളൊക്കെ ഉണ്ട്. അതിനെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇത് സെക്കൻഡ് പാർട്ടായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അത് ഒട്ടുമില്ലാത്ത വണ്ടികളുണ്ട്. അത് നമുക്ക് സ്ക്രൂ ഡ്രൈവറൊക്കെ ഉപയോഗിച്ചിട്ട് അയച്ചിട്ട് ചെയ്യേണ്ടി വരും. അപ്പം ഇത്രയാണ് ഈ ഷിഫ്റ്റ് ലോക്ക് ബട്ടന്റെ ഉപയോഗം. ഇങ്ങനെയാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്നുകൂടി നോക്കാം. ഇത് പ്രസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഗിയർ എങ്ങോട്ടാണെങ്കിലും ഷിഫ്റ്റ് ചെയ്യാം. ഇത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. കണ്ടോ, ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റും. അത് അതിൻ്റെ ഉള്ളൊരു മെക്കാനിസം ആണ്. ആ മെക്കാനിസം മാത്രമാണ്. അപ്പൊ അതിനാണ് ഈ ബട്ടൺ കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്റെ നെക്സ്റ്റ് സെക്കൻഡ് പാർട്ടിൽ ഞാൻ മറ്റു വീഡിയോകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടതിന് ശേഷം അത് നിങ്ങൾക്ക് കാണാം. എങ്ങനെ ഈ ബട്ടൺ ഇല്ലാത്ത ഒരു വണ്ടിയിൽ എങ്ങനെ ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും.